ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ആണ്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിനകത്ത് ഏതൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സ് എന്ന് നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രോബയോട്ടിക്സിന്റെ അണ്ടറിൽ വരുന്നതാണ് ലാക്ടോബാസിലസ്, ബിഫിഡോബാക്ടീരിയം ആൻഡ് സക്കാരോമൈസിസ് ബോലാർഡി. ഇനി അതെങ്ങനെയാണ് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് റീസ്റ്റോർ ദ ഹെൽത്തി ഗട്ട് മൈക്രോബയോട്ട. നമ്മുടെ ഹെൽത്തി ഗട്ടിന് വേണ്ടിയിട്ടുള്ള കുറേ മൈക്രോബ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആ മൈക്രോബ്സിനൊക്കെ എന്താണ് റീസ്റ്റോർ ചെയ്യാൻ ഈ പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് വഴി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ ബ്ലോട്ടിങ് ആൻഡ് അബ്ഡോമിനൽ പെയിൻ. ബ്ലോട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റൊമക്ക് ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ഈസ് ഡ്യൂ ടു ഇൻഡൈജഷൻ ആസ് വെൽ ആസ് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൊണ്ടായിരിക്കും ഈ ബ്ലോട്ടിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ബ്ലോട്ടിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനും അബ്ഡോമിനൽ പെയിൻ കുറയ്ക്കാനും എന്ത് ചെയ്യും, ഈ പ്രോബയോട്ടിക്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ഡയറിയ പ്രീഡോമിനന്റ് ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം and it also reduces inflammation. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്രീബയോട്ടിക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സിന്റെ ഡിഫറൻസ് എന്താണ്. ഇനിയും പ്രീബയോട്ടിക്സ് ആണ് നെക്സ്റ്റ്. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഇനുലിൻ, ഫ്രക്ടോ ഒലിഗോസാക്രൈഡ്സ് ആൻഡ് ഗാലക്ടോ ഒലിഗോസാക്രൈഡ്സ്. ഇനി ഇതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ബെനിഫിഷ്യൽ ഗട്ട് ബാക്ടീരിയ. ഗട്ടിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഇംപ്രൂവ്സ് ദ ഗട്ട് മോട്ടിലിറ്റി. അതുപോലെ തന്നെ ഗട്ടിന്റെ മോട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ ഇൻഫ്ലമേറ്ററി ഓർ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ലൈക്ക് കോൺസ്റ്റിപ്പേഷൻ. കോൺസ്റ്റിപ്പേഷൻ പോലുള്ള സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ ആണ് പെപ്പർമിന്റ് ഓയിൽ. പെപ്പർമിന്റ് ഓയിൽ ഇറ്റ് ആക്ട് എസ് എ ആന്റിസ്പാസ്മോഡിക് ഏജന്റ്. ആന്റിസ്പാസ്മോഡിക് എന്ന് വെച്ചാൽ ഇറ്റ് റിലാക്സസ് ദ ഇൻഡസ്റ്റൈനൽ സ്മൂത്ത് മസിൽസ്. ഇൻഡസ്റ്റൈനൽ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യുന്ന ഏജന്റ് ആണ് പെപ്പർമിന്റ് ഓയിൽ. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ക്രാമ്പിംഗ് ആൻഡ് ഓൾസോ ഇംപ്രൂവ്സസ് ദ ബ്ലോട്ടിംഗ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഫൈബർ സപ്ലിമെന്റ്സ്. ഫൈബർ സപ്ലിമെന്റ്സിന്റെ എക്സാമ്പിൾ ആണ് സൈലിയം ഹസ്ക്. ഇറ്റ് ഈസ് എ സോല്യൂബിൾ ഫൈബർ ആണ്. ഇനി ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് ഇംപ്രൂവ്സസ് ദ സ്റ്റൂൾ കൺസിസ്റ്റൻസി. സ്റ്റൂളിന്റെ കൺസിസ്റ്റൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് റെഡ്യൂസസ് ദ കോൺസ്റ്റിപ്പേഷൻ ഡോമിനന്റ് ഇൻഫ്ലമേറ്ററി ബവൽ സിംഡം ആൻഡ് ഓൾസോ it is better tolerated than insoluble fiber. insoluble ഫൈബറിന് എക്സാമ്പിൾ ആണ് ബ്രാൻ. അതുപോലെ ഇൻസോലുബിൾ ഫൈബറിനെക്കാട്ടിലും ബെറ്റർ ടോളറേറ്റഡ് ആണ് സോലുബിൾ ഫൈബർ ആയിട്ടുള്ള സൈലിയം ഹസ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ജിഞ്ചർ എക്സ്ട്രാക്ട്. ജിഞ്ചർ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് എ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആൻഡ് ഇറ്റ് റിലീവ്സ് നോസിയ, ബ്ലോട്ടിംഗ് ആൻഡ് ഗ്യാസ് ആൻഡ് ഓൾസോ ഇംപ്രൂവ്സ് ദ മോട്ടിലിറ്റി. ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നോസിയ, ബ്ലോട്ടിംഗ്, ഗ്യാസ് പോലുള്ള സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് കുർക്കുമിൻ. കുർക്കുമിൻ that is one of the major content of turmeric ആണ്. It acts as a anti-inflammatory agent and it reduces the abdominal pain and it support the gut barrier function. അതാണ് അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. The next one ആണ് digestive enzymes which includes protease, lipase and amylase. ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യും? It improves the digestion and it reduces the gas, bloating and food intolerance. ഇനി നെക്സ്റ്റ് വൺ ആണ് L-glutamine. It repairs the intestinal lining and it is also useful in diarrhea, predominant inflammatory irritable bowel syndrome and then it reduces the gut permeability. ഇനി നെക്സ്റ്റ് വൺ അലോവേറ ആണ്. അപ്പൊ എന്താണ് അലോവേറ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് സൂത്തൻസ് ദ ബവൽ ഇറിറ്റേഷൻ, റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ആക്ട് ആസ് ആൻ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ കോൺസ്റ്റിപ്പേഷൻ. ഇനി നെക്സ്റ്റ് വൺ ഓഫ് ദ വൈറ്റമിൻ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ദാറ്റ് ഈസ് ദ വൈറ്റമിൻ ഡി വിച്ച് മോഡുലേറ്റ്സ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രം ആൻഡ് അതിന്റെ സിവിയാരിറ്റി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് കറക്റ്റ് ദ ഡെഫിഷ്യൻസി ലിങ്ക്ഡ് വിത്ത് ദ ഗട്ട് ഇൻഫ്ലമേഷൻ. എന്തെങ്കിലും ഗട്ട് ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിഷ്യൻസി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ വൈറ്റമിൻ ഹെൽപ്പ് ചെയ്യും.
ഇനി നെക്സ്റ്റ് ഒന്നാണ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് എങ്ങനെയൊക്കെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനകത്ത് വേരിയസ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ് ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ് ഗേർഡ്, പെപ്റ്റിക് അൾസർ. ഗേർഡ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് ആണ്. പെപ്റ്റിക് അൾസർ ഉണ്ട്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ട്, കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ ആൻഡ് ഗട്ട് ഡിസ്ബയോസിസ് ഉണ്ട്. ഇതൊക്കെയാണ് വേരിയസ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ. ഇനിയും ഈ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്, their actions include anti-inflammatory, antioxidant, mucosal protective and microbiota modulating effects. അങ്ങനെയൊക്കെയാണ് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആന്റി ഇൻഫ്ലമേറ്ററി, ആന്റി ഓക്സിഡന്റ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടാണ് ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസിന് വേരിയസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അതിനകത്ത് ഫസ്റ്റ് വൺ നമ്മൾ നോക്കാൻ പോകുന്നതാണ് പ്രോബയോട്ടിക്സ്. പ്രോബയോട്ടിക്സിനകത്ത് വരുന്നതാണ് ലാക്ടോബാസിലസ്, ബിഫിഡോ ബാക്ടീരിയം, സക്കാരോമൈസിസ്, ബോലാർഡി ഒക്കെ. ഇനി അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസ് കുറയ്ക്കാൻ വേണ്ടി അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദേ റീസ്റ്റോഴ്സ് ദ ഗട്ട് മൈക്രോബയോട്ട ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ ഇൻഫ്ലമേറ്ററി, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ആൻഡ് ഡയേറിയ, ആന്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയേറിയ ആൻഡ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. അപ്പൊ ഇതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള ലാക്ടോബാസിലസും ഒക്കെ. ഇനി നെക്സ്റ്റ് വണ്ണാണ് പ്രീബയോട്ടിക്സ്. പ്രീബയോട്ടിക്സിനകത്ത് വരുന്നതാണ് ഇനുലിൻ, ഫ്രക്ടോലിഗോസാക്രൈഡ് ആൻഡ് ഗാലക്ടോലിഗോസാക്രൈഡ്സ് ഒക്കെ. ഇനി അതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദേ പ്രൊമോട്ട് ദ ഗ്രോത്ത് ഓഫ് ഹെൽത്തി ഗട്ട് ബാക്ടീരിയ. ഗട്ടിന് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയന്റെ ഗ്രോത്ത് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് ഇറ്റ് ഇംപ്രൂവ്സ് ദ ഡൈജഷൻ ആൻഡ് ബവൽ റെഗുലാരിറ്റി. അതിന്റെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ബവൽ റെഗുലാരിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു ഈ പ്രീബയോട്ടിക്സ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഇൻ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ തന്നെ ഇത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ഈ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഡയറ്ററി ഫൈബർ. ഡയറ്ററി ഫൈബേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ് സൈലിയം ഹസ്ക്, ബീറ്റാ ഗ്ലൂക്കൺ ആൻഡ് പെക്റ്റിൻ. ഇനി അതിന്റെ യൂസസ് ആണ്, ഇറ്റ് ഇംപ്രൂവ്സ് ദ കോൺസ്റ്റിപ്പേഷൻ ആൻഡ് സ്റ്റൂൾ ബൾക്ക് ആൻഡ് ഇറ്റ് റെഗുലേറ്റ്സ് ദ ബവൽ മോട്ടിലിറ്റി ഇൻ ഇൻഫ്ലമേറ്ററി ബവൽ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ആൻഡ് ഇറ്റ് റെഡ്യൂസസ് ദ കൊളസ്ട്രോൾ ലെവൽ. അപ്പൊ ഡയറ്ററി ഫൈബർ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് ഈ സൈലിയം ഹസ്ക് പോലുള്ള ഡയറ്ററി ഫൈബേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് പെപ്പർമിന്റ് ഓയിൽ. ഇത് ആക്ടസ് നമ്മൾ നേരത്തെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. പെപ്പർ ഓയിൽ എന്താണ്? ദാറ്റ് ഈസ് ആൻ ആന്റി സ്പാസ്മോഡിക് ഏജന്റ് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ അബ്ഡോമിനൽ പെയിൻ ആൻഡ് ബ്ലോട്ടിംഗ് and it is also helpful in irritable bowel syndrome. The next one ആണ് ജിഞ്ചർ. ജിഞ്ചറിനകത്ത് വൺ ഓഫ് ദ മെയിൻ കണ്ടന്റ് ആണ് ജിഞ്ചറോൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ യൂസസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇംപ്രൂവ്സസ് ദ നോസിയ as well as gas and bloating, and ഇത് അതുപോലെ തന്നെ ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഗ്യാസ്ട്രൈറ്റിസ് ആൻഡ് ഫങ്ഷണൽ ഡിസ്പെപ്സിയ. ഇനി നെക്സ്റ്റ് വണ്ണാണ് കുർക്കുമിൻ. കുർക്കുമിൻ ഈസ് വൺ ഓഫ് ദ മെയിൻ കമ്പോണന്റ് ഓഫ് ടർമറിക് ആണ്. ഇനി അതെങ്ങനെ ആക്ട് ചെയ്യുന്നെന്ന് പറയുന്നത്, ഇറ്റ് ആക്ടസ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ഈസ് യൂസ്ഫുൾ ഇൻ അൾസറേറ്റീവ് കൊളൈറ്റിസ് ആൻഡ് ക്രോൺസ് ഡിസീസ് ആൻഡ് ഇറ്റ് ഓൾസോ സപ്പോർട്ട്സ് ദ മ്യൂക്കോസൽ ഹീലിംഗ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് അലോവേറ. അലോവേറയുടെ യൂസ് എന്ന് പറയുന്നത് ഇറ്റ് സൂത്തൻസ് ദ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ and also helpful in constipation help ചെയ്യുന്ന ഒരു കമ്പൗണ്ട് ആണ്. ആൻഡ് ഇറ്റ് ഓൾസോ റെഡ്യൂസസ് ദ ഇൻഫ്ലമേഷൻ ഇൻ ഇറിറ്റബിൾ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഈ അലോവേറ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് എൽ ഗ്ലൂട്ടാമിൻ. എൽ ഗ്ലൂട്ടാമിൻ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഇറ്റ് റിപ്പയർസസ് ദ ഇൻഡസ്റ്റൈനൽ ലൈനിങ്. ഇൻഡസ്റ്റൈനൽ ലൈനിങ്ങിനെ റിപ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈസ് ഓൾസോ useful in leaky gut, that is diarrhea predominant, inflammatory bowel syndrome, irritable bowel syndrome, inflammatory bowel disease എന്ത് ചെയ്യും? ഇത് ഹെൽപ്പ് ചെയ്യും.
L-glutamine. ഇനി നെക്സ്റ്റ് വൺ ആണ് ചാമോമൈൽ. ഇറ്റ് ഈസ് എ ഹെർബൽ കോൺസ്റ്റിറ്റ്യൂന്റ് ആണ് എന്ത് ചാമോമൈൽ എന്ന് പറയുന്നത്. ഇറ്റ് റിലീവ്സ് ദ ഇൻഡൈജഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ആക്ട് ആസ് എ ആന്റിസ്പാസ്മോഡിക്. ഇനിയും നെക്സ്റ്റ് വൺ ആണ് ആന്റിസ്പാസ്മോഡിക്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, ദാറ്റ് ഈസ് ഇൻഡസ്റ്റൈനൽ മസിൽസിനെ റിലാക്സ് ചെയ്യുന്നതാണ് ആന്റിസ്പാസ്മോഡിക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ ഡി. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ വൈറ്റമിൻ ദാറ്റ് ഈസ് ഹെൽപ്പ് ഇൻ ദ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസിനെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. ഇനി അതെന്ന് പറയുന്നത് ഇമ്മ്യൂൺ മോഡുലേഷൻ ഇൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് വൺ ആണ് സിങ്ക് കാർനോസിൻ എന്ന് പറയുന്നത്. അത് എന്തിനു ഹെൽപ്പ് ചെയ്യും, ഇത് GI മ്യൂക്കോസ പ്രൊമോട്ട്സ് ഹീലിംഗ് ഓഫ് GI മ്യൂക്കോസയിൽ എന്തെങ്കിലുമൊക്കെ എന്താണ് ഹീലിംഗ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.